ബിരിയാണി, കണവ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ കണവ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ക്ലീൻ ചെയ്തെടുത്ത കണവയിലോട്ട് ഉപ്പും മഞ്ഞളിട്ട് നമുക്ക് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് സവാള വഴറ്റിയെടുക്കാവുന്നതാണ്. നമുക്ക് കണവയ്ക്കുള്ള മസാല ഇവിടെ റെഡിയാക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പട്ട വകയിലെ പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. കൂടെ നമ്മുടെ സുന്ദരിക്കുട്ടിയായ നമ്മുടെ ടൊമാറ്റോയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് വെന്തുടയണം, നല്ല പേസ്റ്റ് പരുവാവണം. എന്നിട്ട് നമുക്ക് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത് 3ഉം ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചോദിച്ച ഉടനെ തന്നെ നമുക്ക് കണവ കൊണ്ട് തന്നെ നമ്മുടെ അച്ഛന്, ഡിക്സൻ്റെ ഫാദർ, അച്ഛന് നമുക്കൊരു ബിഗ് താങ്ക്സ് പറയാം. പണ്ട് എൻ്റെ അപ്പനും ഇതുപോലെ ഞാൻ ചോദിക്കുന്ന മീനൊക്കെ കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു. സോ ലവ് യു ടു ഡാഡ്സ്. പിന്നെ എന്താ, അടുത്തത് നമുക്ക് ഈ കണവ, വേവിച്ച കണവയെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ലതായിട്ട്, ആ കണവയുടെ സോഫ്റ്റ്നെസ് ഒക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. കണവ നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ച മസാലയിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂടെ കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടെ ആഡ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് തൈര് ആഡ് ചെയ്യുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. ഭയങ്കര മണമൊക്കെ വരുന്നുണ്ട്. മണം കണ്ടിട്ട് തന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സോ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ബിരിയാണിക്കായിട്ട് എല്ലാവരും ബിരിയാണി വേവിക്കും പോലെ തന്നെയാണ് ഞാനും, ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വേവിക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ വെജിറ്റബിൾസും പട്ടയും ഗ്രാമ്പും എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് ലെമണും കൂടെയൊക്കെ പിഴിഞ്ഞൊഴിക്കാം. അരി ഒട്ടാതെ നല്ലപോലെ വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ചൂടായി നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത റൈസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത പണി ചെയ്യാം. നമ്മുടെ ഫേവറേറ്റ് കാഷ്യൂം കിസ്മിസ് നമുക്ക് നെയ്യിൽ നല്ലതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നന്നായിട്ട് അരി കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ബിരിയാണി ചെമ്പിലോട്ടിട്ട് നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ദം ഇട്ട് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് റൈസ്, ദെൻ കണവ, ദെൻ റൈസ്, എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് ഗൈസ്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ചിക്കൻ മട്ടനൊക്കെ പോലെ തന്നെയാണ് കണവ ബിരിയാണി. വേറെ ലെവൽ. ഡിക്സൺ ഭയങ്കര ഇഷ്ടമായി, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായാൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ.